അങ്ങനെ ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ഹൈഡ്രോജൻ ഇൻഹലേഷൻ സെന്ററിനെ കുറിച്ച് പരിചയപ്പെടുത്തിയാണ് ഗബ്രി പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാം തന്നെ ഗബ്രിയുടെ കൊല്ലത്തെ ഇനോഗ്രേഷൻ വ്ലോഗ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 10 ദിവസത്തിന് ശേഷമാണ് ഗബ്രി പുതിയ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇന്ത്യാസ് ഫസ്റ്റ് ഹൈഡ്രോജൻ ഇൻഹലേഷൻ മെഷീൻ മാനുഫാക്ചറർ എന്ന ടൈറ്റിലോട് കൂടെയാണ് ഗബ്രി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മണിക്കൂറുകൾ കൊണ്ട് ഈ വീഡിയോക്ക് 22,000-ൽ കൂടുതൽ കാഴ്ചക്കാർ വന്നിട്ടുണ്ട്. ഗബ്രിക്ക് ഇപ്പോൾ ടോട്ടൽ 72,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഈ വീഡിയോക്ക് താഴെയായി ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി കമന്റുകളാണ് വരുന്നത്. വ്ളോഗിൽ ഫാമിലിയെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സുകളാണ് വരുന്നത്. ഇന്നത്തെ വ്ളോഗിൽ ഗബ്രിയുടെ കൂടെ ജാസ്മിൻ ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഗബ്രി മുമ്പ് പങ്കുവെച്ച വ്ളോഗിന് ഇപ്പോൾ 15 ലക്ഷത്തിലേറെ കാഴ്ചക്കാരെത്തിയിട്ടുണ്ട്. ഈ വ്ളോഗും അതുപോലെ വൈറലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാലക്കാട് വ്ളോഗിൽ ജാസ്മിന്റെ മേക്കപ്പും ജാസ്മിൻ കാറിലിരുന്ന് മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഗബ്രി പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ വ്ളോഗിൽ ഗബ്രിയുടെ കൂടെ ജാസ്മിൻ ഇല്ല എന്നുള്ളതാണ്. ഗബ്രി തനിച്ചുള്ള ഒരു വ്ളോഗാണ് ഇന്ന് എടുത്തിട്ടുള്ളത്.